കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷാജഹാൻ, ആക്സസ് കോൺഷ്യസ്നസിന്റെ ഇന്റർനാഷണൽ ഫെസിലിറ്റേറ്ററാണ്. പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ആളുകൾ വളരെ ലോലഹൃദയരായിട്ടുള്ള ആളുകൾ അവരുടെ പെരുമാറ്റം കൊണ്ട്, അവരുടെ സംസാരം കൊണ്ട് അവർ അഹങ്കാരികളായും ക്ഷിപ്രകോപികളായും ദേഷ്യമുള്ളവരായും സമൂഹം ചിത്രീകരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇടയിലുള്ള ആളുകൾ പ്രധാനമായും 2-3 വിഭാഗത്തിൽ പെടുന്നു. ചില ആളുകൾ വളരെ വൈബ്രന്റ് ആയിരിക്കും, അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും, അവരുടെ ഊർജം അവർ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഊർജം എന്ന് പറയുന്നത് എന്താണ്? സ്വയം പ്രവർത്തിക്കുവാനുള്ള കഴിവിനെയാണ്, ആ കേപ്പബിലിറ്റിയെയാണ്, ആ സ്കില്ലിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ചലിക്കുക അല്ലെങ്കിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഊർജം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഒരു ഊർജവും ഇല്ലാതെ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും. എന്നാൽ ചില ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ പെട്ടെന്ന് ഉണരും, പെട്ടെന്ന് നമ്മൾ വൈബ്രന്റ് ആകും. അവരുടെ പ്രസൻസ് തന്നെ നമ്മളെ ആക്റ്റീവാക്കി പ്രവൃത്തി ചെയ്യുന്നതിന് പ്രേരിപ്പിക്കും. അവരുടെ സംസാരമായാലും അവരുടെ സാമീപ്യമാണെങ്കിലും എല്ലാം ആളുകൾക്ക് പ്രചോദനപരമായിരിക്കും. എന്നാൽ ചില ആളുകളുണ്ട്, അവർ ഇങ്ങനെ ഉറക്കം തൂങ്ങികളായി ഉറങ്ങിയിരിക്കും. എപ്പോ കണ്ടാലും അവർ ഒരു റിലാക്സ്ഡ് മോഡിലായിരിക്കും. അവർക്ക് എപ്പോഴും ഇമോഷനുകളായി, ഫീലിങ്ങുകളിൽ ഇങ്ങനെ ലയിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരാണ്. അവർ എപ്പോഴും ഈ മോഡിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ അത് ഉണരുവാൻ അത് പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. നാം എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ക്രിയേഷൻ നടക്കില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള 99.9% ആളുകൾ സൃഷ്ടിപരമായ കഴിവുകളെ ഡെവലപ്പ് ചെയ്തവരാണ്. നാളെ എന്ത് നടക്കുമെന്ന് ഇന്നേ മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെല്ലാവരും തന്നെ. എന്നാൽ നമ്മൾ ഇങ്ങനെ 24/7 എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാലോ? നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഡേ ടൈം പോലെ ആയാൽ മതിയോ, അല്ലെങ്കിൽ അതുപോലെ ആയാൽ കുറച്ചുകൂടി പ്രവർത്തിക്കാൻ കഴിയുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവര് രാത്രിയെ ഇഷ്ടപ്പെടുന്നില്ല, അവർ പകലിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അവരുടെ ശരീരം അവർ റിലാക്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ശരീരത്തെ പോലും വകവയ്ക്കാതെ അവർ പ്രവർത്തിക്കുന്നതിനും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനും അവർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതിന് വിപരീതമായിട്ട് നിൽക്കുന്ന ആളുകൾ അവർ രാത്രികളെയാണ് ഇഷ്ടപ്പെടുന്നത്. അവർ രാത്രിയിൽ അവർക്ക് സ്വപ്നങ്ങൾ കാണുന്നതിനും കൂടുതൽ സൃഷ്ടിപരമായ ചിന്തകൾ അവർ നടത്തുന്നതിനും ഏറ്റവും ഗുണകരമാകുന്ന സമയം എന്ന് പറയുന്നത് രാത്രികളിലാണ്. എല്ലാ സൈലൻസിലുമാണ്, എല്ലാം വിജനമായ ഇരുള് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ പുതിയ ക്രിയേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി AR റഹ്മാൻ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹം പകൽ മുഴുവൻ കിടന്നുറങ്ങും, രാത്രിയിലാണ് അദ്ദേഹം പുതിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോങ്ങുകളെല്ലാം തന്നെ കമ്പോസ് ചെയ്യുന്നത് രാത്രികളുടെ 2-ാം യാമത്തിലാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ നിശബ്ദതയിൽ മാത്രമേ, സൈലൻസിൽ മാത്രമേ, റിലാക്സ്ഡ് മോഡിൽ മാത്രമേ പുതിയ ക്രിയേഷൻ ഉണ്ടാവുകയുള്ളൂ. നാം എല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത ആളുകൾ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഒന്ന് കണ്ണ് ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു പണിയെടുക്കാത്ത ആളുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട്, വളരെ സമ്പത്ത് അതേപോലെ തന്നെ സമൃദ്ധമായി എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് യഥേഷ്ടം ഒഴുകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊരു ഊർജമാണ്. നാം ആ ഊർജത്തെ ശരിയായ രീതിയിൽ ചലിപ്പിച്ചെങ്കിൽ മാത്രമേ, പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
ഇത് രണ്ടും ഞാൻ ഈ പറഞ്ഞ ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും വെള്ളമായാലും തീയായാലും ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ കഴിയൂ. സൂര്യൻ പോലും വൈകുന്നേരം അസ്തമയമാകുമ്പോൾ ചന്ദ്രന് വേണ്ടി വഴിമാറുന്നു. എല്ലാ ജീവജാലങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും സന്ധ്യ മയങ്ങുമ്പോൾ അവർ ഉറക്കത്തിലേക്ക് പോകും, അവർ വിശ്രമത്തിലേക്ക് പോകും. എന്നാൽ നാം ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ ശരീരത്തെ പോലും പുനരുജ്ജീവിപ്പിക്കുന്നതിന്, പുതിയതായി രൂപപ്പെടുത്തുന്നതിന് നാം അതിനു വേണ്ടി റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ രാത്രിയിൽ പോലും നമ്മൾ ചിന്തിച്ച് കിടക്കുകയാണ്. രാത്രിയിൽ കിടക്കുമ്പോഴും നാളെയെക്കുറിച്ചുള്ള ആവലാതികളും ആ നാളെയെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം നമുക്ക് ശരിയായ ഉറക്കം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ കൃത്യമായി നാം ഉറങ്ങുമ്പോൾ ഉറങ്ങുവാനും പ്രവർത്തിക്കുമ്പോൾ ആത്മാർത്ഥമായി അതിൽ മുഴുകി ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ ഉറപ്പായും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോകാൻ കഴിയും. ഇതൊരു ഊർജമാണ്. ഈ ഊർജത്തെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ നാം കൈകാര്യം ചെയ്താൽ ഉറപ്പായും എല്ലാവർക്കും വിജയിക്കുവാൻ കഴിയും. ആക്സസ് കോൺഷ്യസ്നസ് ഈ ഊർജത്തെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ ഈ ആക്സസ് കോൺഷ്യസ്നസിന്റെ ഈ തെറാപ്പി ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നാം പരിശീലിച്ചാൽ ഉറപ്പായും ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിവിധ ജില്ലകളിൽ നടക്കുന്ന ആക്സസ് കോൺഷ്യസ്നസിന്റെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കഴിവുകൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.